Hi friends, ഞാൻ രതീഷ് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് പ്രൊഫഷണൽസ് ആൻഡ് ബിസിനസ് പ്രൊമോട്ടേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. ഞാൻ വായിച്ച പുസ്തകം എന്ന പരിപാടിയിലൂടെ ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗ്രിറ്റ് എന്ന പുസ്തകത്തെയാണ്. GRIT. ഒരാളുടെ ഗ്രിറ്റിനെ എങ്ങനെ അളക്കാം? ഒരു ലക്ഷ്യം മാത്രം ഉള്ളിൽ കണ്ടുകൊണ്ട് മുന്നിലേക്ക് ദീർഘകാലം സഞ്ചരിക്കുന്ന ആള് ഗ്രിറ്റി പീപ്പിൾ ആയിരിക്കും. വഴിയിൽ പരാജയങ്ങൾ ഉണ്ടായാലും അതെല്ലാം തരണം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് മുന്നിലേക്ക് പോകുന്നവരും ഗ്രിറ്റി പീപ്പിൾ ആയിരിക്കും. ഈ രണ്ട് കൂട്ടർക്കും വിജയം സുനിശ്ചിതമാണെന്നും നമ്മുടെ ഓഥർ പറയുന്നു. 4 കാര്യങ്ങളെ ആധാരമാക്കിയാണ് ഗ്രിറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ 4 കാര്യങ്ങളെ 4 പില്ലേഴ്സ് എന്നും 4 തൂണുകളായിട്ടും പറയുന്നു. അതിൽ ആദ്യത്തേത് ഇൻട്രസ്റ്റ് ആണ്, രണ്ടാമത്തേത് പ്രാക്ടീസ് ആണ്, മൂന്നാമത്തേത് പർപ്പസ് ആണ്, നാലാമത്തേത് ഹോപ്പാണ്. ഇൻട്രസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ ഓഥർ പറയുന്നത്, അവരുടെ തന്നെ വാക്കുകൾ പറയുകയാണെങ്കിൽ, ഇൻട്രസ്റ്റ് ഈസ് ദി ഫൗണ്ടേഷൻ ഓഫ് പാഷൻ ആൻഡ് പാഷൻ ഈസ് ദി എൻജിൻ ഓഫ് ഗ്രിറ്റ് എന്നും പറയുന്നു. ഗ്രിറ്റിലെ എൻജിനാണ് പാഷൻ എന്നാണ് പറയുന്നത്. ഇനി പ്രാക്ടീസിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞല്ലോ പാഷൻ ഈസ് ദി എൻജിൻ ഓഫ് ഗ്രിറ്റ്. അപ്പം തുടങ്ങാൻ സഹായിക്കുന്നത് പാഷൻ ആണെങ്കിൽ മുന്നിലേക്ക് നയിക്കുന്നത് പ്രാക്ടീസ് ആണ്. 2 ടൈപ്പ് ഓഫ് പ്രാക്ടീസ് ഉണ്ട്. ഒന്ന് റെഗുലർ പ്രാക്ടീസ് ആൻഡ് ഡെലിബറേറ്റ് പ്രാക്ടീസ്. തീവ്രമായ പരിശീലനത്തെ ഡെലിബറേറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നു. ഈ കൂട്ടർ എപ്പോഴും അവരുടെ കഴിവുകളിൽ മുന്നേറുന്നവരായിരിക്കില്ല. അവരുടെ കുറവുകളെ കണ്ട് അതിനെ പരിഹരിച്ച് മുന്നേറുന്നവരായിരിക്കും. ഇവർ എപ്പോഴും ഒരു അൺകംഫോർട്ടബിൾ സോണിൽ വർക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. 2 കാര്യങ്ങളാണ് അവരെ പറ്റി പറയുന്നത്. ദെൻ നമുക്ക് പോകേണ്ടത് പർപ്പസിലേക്കാണ്. നമുക്ക് വേണ്ടി അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ചെയ്യുന്ന കാര്യങ്ങളെയാണ് പർപ്പസിൽ കണക്കാക്കുന്നത്. ഗ്രിറ്റില് വളരെ പ്രാധാന്യമാണ് പർപ്പസിന് കൊടുത്തിരിക്കുന്നത്. ദെൻ കംസ് ഹോപ്പ്. ഹോപ്പ് എന്ന് പറയുന്നത് നമുക്കെല്ലാം പ്രത്യാശയാണെന്നറിയാം. പക്ഷെ ഇവിടെ ഹോപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിനെയാണ്.